എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ കിങ്ഡം? എന്തു പറ്റി? ദേവരക്കൊണ്ട അല്ല, ദേവരകൊണ്ടേ കൊള്ളാം, പക്ഷെ പടം ഇനി തിരിച്ചു വരവില്ല, കുഴപ്പമില്ല, പക്ഷെ ഇതൊന്നും പോരാണ് തിരിച്ചു വരാൻ. റിവ്യൂ പോസിറ്റീവ് ആയിരുന്നു പടം ഇറങ്ങിയപ്പോഴേ. അത്ര പോസിറ്റീവ് ഒന്നുമില്ല, കുഴപ്പമില്ല, പക്ഷെ ഇവൻ ഇപ്പോൾ ഡൗൺഫോൾ അല്ലേ, ഇത് വെച്ച് തിരിച്ചു വരാനൊന്നുമില്ല, താഴോട്ട് തന്നെ പൊക്കോയി. ഇവ ആള് കൊള്ളാം, പക്ഷെ സിനിമ എല്ലാം പൊട്ടയാണ്, ഇനി പറ്റൂല, പോയി. നമ്മളെ മലയാളി നടയാനുണ്ട്, മലയാളി അവൻ കൊള്ളാം കേട്ടോ, കൊള്ളാം, അവൻ കൊള്ളാം, ഇനി അടുത്ത സിനിമയിലൊക്കെ നല്ല രസമായിരിക്കും. വില്ലൻ മാത്രം കൊള്ളാം, യൂട്യൂബ് റിവ്യൂ നോക്കി വന്നതാണ്, ഒരു തിരിച്ചറിവില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പക്ഷെ സെക്കൻഡ് ഹാഫിലൂടെ വന്നപ്പം പോരാ, ഒട്ടും പോരാ. നല്ല പടമാണ്. പിന്നെ മറ്റേ ഇടയ്ക്ക് NTR ഫിലിം ഇറങ്ങിയില്ല, ദേവര, അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഉണ്ട്, ബട്ട് കൊള്ളാം, സ്മഗ്ലിങ് തന്നെയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന വിജയ് ദേവരകൊണ്ടയുടെ ഫിലിം വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി നല്ല ഒരു ഫിലിമാണ്. കാരണം ഇടയ്ക്ക് എന്തോ വേൾഡ് ലവ് സ്റ്റോറി, പിന്നെ അങ്ങനെ 2-3 പടങ്ങളെല്ലാം ഇറങ്ങി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല സിനിമയാണ്, നല്ല ആക്ടിങ് ആണ്. ഞാൻ ഒരിടത്ത് 4.5 കണ്ട് വന്നതാണ്, ബട്ട് കൊള്ളാം, ഞാനും അത്ര തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നല്ല അനിരുദ്ധിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ ഈസ് വേറെ ലെവൽ. ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടോ. അതിപ്പോൾ വില്ലൻ്റെ ആണെങ്കിലും ശരി, നടൻ്റെ ആണെങ്കിലും ശരി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്. മലയാളത്തിൽ നടന്നുണ്ടല്ലോ വില്ലനായിട്ട്, എങ്ങനെയുണ്ട് പുള്ളി? പുള്ളി സുടുസുഡ് ഇഡ്ഡലി അങ്ങോട്ട് പോയാലും ഞാൻ അറിയില്ല. ട്രെയിലറിൽ ഞാൻ കണ്ടു, ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമേ കണ്ടുള്ളൂ, ബട്ട് പുള്ളിയും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ കിങ്ഡം എനിക്കിഷ്ടമായി ആക്ച്വലി. കുറേ ഏതൊക്കെയോ നേരത്തെ പടങ്ങൾ കണ്ട പോലത്തെ ഒരു ഫീലാണ്, ബട്ട് ആക്ച്വലി നല്ല പടം. അനിരുദ്ധം കത്തിച്ചിട്ടുണ്ട്, തിയേറ്ററിൽ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പെർഫോമൻസ് വൈസ് ദേവരകൊണ്ട വെങ്കിടേഷ് കിട്ടില്ല. വെങ്കിടേഷ് സെക്കൻഡ് പാർട്ടിന് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാണ്. സെക്കൻഡ് പാർട്ടിന് ഞാൻ വെയിറ്റിംഗ് ആണ്. നല്ല രീതിക്ക് കൊള്ളാം, കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലായിരുന്നു. അത് കൊറിയോഗ്രാഫി അതിനെ ചെയ്ത രീതി നല്ലതാണ്, ആക്ഷൻ സീൻസ് ഒക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ല. കുറെ പടം ഒരുമിച്ച് വെച്ച പോലും. എന്തെങ്കിലും എടുത്ത് പറയാനായിട്ടുണ്ടെങ്കിലും ഉണ്ടോ? വിജയ് ദേവരകൊണ്ടയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. വെങ്കി എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലൻ കൊള്ളാം, നല്ല വില്ലനായിരുന്നു. മലയാളിയല്ലേ, നന്നായിട്ടുണ്ട്. കിങ്ഡം അല്ലേ ഉണ്ട്, എങ്ങനെയുണ്ട്? എല്ലാം ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ പറയാനായിട്ട്? ഓക്കെ, ആവറേജ് പടമാണ്, ബീജിയും കൊള്ളാം. എങ്ങനെ ആക്ഷൻ സീൻസ് ഒക്കെ, ദേവരകൊണ്ടയുടെ ആക്ഷൻ സീൻസ് ഒക്കെ എങ്ങനെ? നല്ലത്. നമ്മളെ മലയാളി വില്ലൻ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെർഫോമൻസ്. പ്രതീക്ഷ ലെവലില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടർ, അതാണ് പടത്തിനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിന്റെ മ്യൂസിക്കും കൊള്ളാം. നമ്മളെ മലയാളി വില്ലൻ എങ്ങനെയുണ്ട്? മലയാളി വില്ലൻ അങ്ങേര് പറയണ്ട, അങ്ങേര് കിടില റോള്. ഒരു മാസ് പടമാണോ ബ്രോ പ്രതീക്ഷ? എന്താ പറയാൻ, വേറെ രീതിയിലൊക്കെ ഇതൊരു എന്താ പറയാ, ഇങ്ങനെ ഒരു നാടിനെ രക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു ക്ലീശേ കഥ പോലെ ആയിപ്പോയി, റെട്രോ പോലെ ആയി. അതുപോലെ തന്നെ. കിങ്ഡം മൂവിയാണ്, നല്ല മൂവിയാണ്, ഒരു വെറൈറ്റി ആയിട്ടായിരുന്നു തോന്നിയത്. ചെറിയൊരു KGF ടച്ച് ഉണ്ടായിരുന്നു, എങ്കിലും കൊള്ളാം. വിജയ് ദേവരകൊണ്ടയുടെ ഒരു തിരിച്ചു വരവ് തോന്നി. വെങ്കി എങ്ങനെയുണ്ടായിരുന്നു? വെങ്കി വില്ലൻ വില്ലനും ഒരു പുതിയ അഭിനയമാണ് കാഴ്ചവെച്ചത്, നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ല, 1 ടൈം വാച്ചോളാണ്. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ്? ഇഷ്ടപ്പെട്ടുണ്ട്.